ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അത് കെറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. 3 ദിവസം അവിടെ ചെന്ന് സ്റ്റേ ചെയ്ത് ഞങ്ങൾ ഒരു 5 ഫാമിലി ഉണ്ടായിരുന്നു. 5 ഫാമിലി ഞങ്ങളൊരു റിസോർട്ടൊക്കെ എടുത്ത് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കെറി എന്ന് പറയുന്ന കെറി, കോർക്ക്, പിന്നെ ലിമറിക്ക്, 3 കൗണ്ടികളും 3 ദിവസം കൊണ്ട് കറങ്ങി അടിപൊളിയായിട്ട് കറങ്ങി തിരിച്ചു വന്നു. വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലായിരുന്നു, വളരെ എക്സ്പെൻസ് കുറച്ചുള്ള ഒരു ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് പെട്രോൾ അടിക്കുക, ഫുഡ് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തു, എല്ലാ ദിവസത്തെയും പ്ലാൻ ചെയ്ത് വളരെ രസകരമായിട്ട് എല്ലാവരോട് വൈകുന്നേരങ്ങളിൽ കറക്കം കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാനും ഫുഡും എല്ലാമായിട്ട് ഞങ്ങൾ പോയി. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഒത്തിരി ആസ്വദിച്ചു കേട്ടോ. എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു എല്ലാവർക്കും ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ. ഇവിടെ ഈ ജോലി തിരക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കി എല്ലാം കഴിയുമ്പോൾ ഒരുമിച്ച് സുഹൃത്തുക്കളുമായിട്ട് ഒരു ട്രിപ്പ് വളരെ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ യാത്രയിൽ ഒത്തിരി അത്ഭുതകരമായ കാഴ്ചകളുണ്ട്. അതിലൊന്നായിരുന്നു കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ഹോട്ടൽ. ഇതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ പഴമ അവർ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ ഈ ഹോട്ടൽ 1826 അവർ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അതിപ്പോഴും അതുപോലെ അവർ കാത്തു സൂക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. പിന്നെ അടിപൊളി വ്യൂ ആയിരുന്നു. എന്തായാലും ദൈവം സഹായിച്ച് മഴ ഇല്ലായിരുന്നു. മഴ വളരെ ഇടയ്ക്കും ചെറുതായിട്ടുള്ളൊരു മൂടലുണ്ടായിരുന്നെങ്കിൽ തന്നെയും മഴയൊന്നും ഞങ്ങളുടെ ടൂറിന് ബാധിച്ചില്ല. എന്തായത് ഭയങ്കര അനുഗ്രഹമായി മാറി. ലാസ്റ്റ് വീക്കിൽ അതുപോലെ മഴയായിരുന്നു. അതിപ്പം വിചാരിച്ചു ആകെ മൊത്തം കുളമായി പോകുമെന്ന് വിചാരിച്ചെങ്കിലും അത് നടന്നില്ല. മഴയില്ലായിരുന്നു, നല്ല യാത്രയായിരുന്നു, നല്ല അടിപൊളി വ്യൂസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഇറങ്ങി ഫോട്ടോസ് എടുത്തു, പാട്ടൊക്കെ വെച്ച് നല്ല ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റും നല്ല സ്ഥലങ്ങളും വളരെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും. ഇടയ്ക്ക് വഴിയിൽ നിർത്തി ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അതൊക്കെ വളരെ നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്നവർക്ക് അങ്ങനെ വഴിയിലിറങ്ങി അങ്ങനെ ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയുള്ളൊരു ട്രിപ്പുകളൊന്നും ഗൾഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവിടെ സീ ലൈനും ഇൻലാൻഡ് സീലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്നതല്ലേ. നാട്ടിലത്തെ പോലെ തന്നെയായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ ഇവിടെയും. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഇടയ്ക്ക് കാടുകളും ഇടയ്ക്ക് നല്ല അടിപൊളി വ്യൂ പോയിൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ 5 ഫാമിലീസ് ആയിരുന്നു. അതിൽ ഒന്ന് സജോ ഫാമിലി, അജിത്ത് ഫാമിലി, അശ്വിൻ ഫാമിലി, ഷീനു ഫാമിലി, പിന്നെ ഞങ്ങളും തങ്കപ്പനും തങ്കമ്മ ഫാമിലി. ഏതായാലും എല്ലാവരും നല്ല ഒത്തൊരുമയും സഹകരണമായിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് അയർലൻഡിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഒരു ഫാമിലി ഗ്രൂപ്പാണ്. അപ്പം അവരുടെ കൂട്ടത്തിലൊരു യാത്ര പോയതിൽ ഞങ്ങൾ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തു. പിള്ളേരായാലും അവരുടെ പിള്ളേരും എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം കെറിയിലെത്തി. ഇവിടുന്ന് ഒരു 10-300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ രാവിലെ ഒരു 10-11 മണിയായപ്പോൾ യാത്ര തുടങ്ങിയതായിരുന്നു. ഒരു വൈകുന്നേരം ഒരു 2-3 മണിയായപ്പോഴേക്കും കെറിയിലെത്തി. കെറിയിൽ ഞങ്ങൾ ആദ്യം പോയത് അവിടുത്തെ നാഷണൽ പാർക്കിലാണ്. നാഷണൽ പാർക്ക് വളരെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അവിടെ വലിയൊരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന് ചുറ്റും ഇതാണ് ബംഗ്ലാവ്. ആ ബംഗ്ലാവിന് ചുറ്റും നദിയും അവിടെ കളിക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളും ആ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് കയറി കാണാനായിട്ട് ഒന്നാതെ യാത്ര ചെയ്തുള്ള ക്ഷീണവും പിന്നെ ഈ പിള്ളേരെല്ലാം കൂടിയുള്ള പല ഏജിലുള്ള പിള്ളേരായതുകൊണ്ടും കാണാനായിട്ടുള്ള ഒരു സാധിച്ചില്ല. പക്ഷെ അവിടെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ അവരവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുപ്പ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഇങ്ങനെ ഒരു സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരവിടുന്ന്